ഈ ഒരു യാത്ര വന്നിട്ട് നമ്മൾ പോകുന്നത് ഏകദേശം 2 മാസങ്ങൾക്ക് മുന്നേ ആണ് കേട്ടോ. അതായത് ഇവിടുത്തെ വലിയ പെരുന്നാളിൻ്റെ സമയത്ത് ഇവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ, അതായത് ഫ്ലൈറ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫും. നമ്മുടെ വീടിന് ഏകദേശം 25 മിനിറ്റ് ദൂരത്തിലാണ് കേട്ടോ മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച ഇവിടുത്തെ സ്ഥിരമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഈ കാണാൻ പോകുന്ന നിസ്വയിലുള്ള ഓൾഡ് ഫോർട്ടിലേക്കാണ് കേട്ടോ. അതായത് ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ താമസിച്ചിരുന്ന അറബികളെല്ലാം ഫാമിലിയായിട്ട് താമസിച്ചിരുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയോ? മണ്ണ് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അധികം ആൾതാമസമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുവഴി നമ്മൾ കുനിഞ്ഞ് ചെല്ലുമ്പോൾ താഴെ ഭാഗത്തായിട്ട് ഇതേപോലെ വെള്ളമൊഴുകുന്ന ഒരു കനാൽ കാണാം കേട്ടോ. പറഞ്ഞു വരുമ്പോൾ ഇതെന്താണെന്നറിയാമോ? ഇതാണ് അറബികളുടെ കുളിമുറി, അതായത് ബാത്റൂം. ഈ ഒഴുകി വരുന്ന വെള്ളത്തിലാണ് കേട്ടോ ഇവർ കുളിക്കുന്നത്. കുളിക്കാനായിട്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ ഇവരുപയോഗിച്ചിരുന്നത്. അതായത് വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഇങ്ങനൊരു റൂമിലൂടെ വെള്ളം ഏകദേശം കടന്നു വന്ന് അതിൽ അവർ കുളിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പുരാതനമായ ഇവിടുത്തെ കുളിമുറി. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ ഭയങ്കര തണുപ്പാട്ടോ, കാരണം കല്ലും മണ്ണും വെച്ചിട്ടാണല്ലോ ഈ വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റെപ്പ് കയറി കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടുത്തെ പഴയ രീതിയിലുള്ള, അതായത് ഇവർ ഉപയോഗിച്ചിരുന്ന ഏതാനും ചില വസ്തുക്കൾ അവിടെ കരകൗശല വസ്തുക്കൾ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടാൽ നമ്മുടെ നാട്ടിലും ഏകദേശം മണ്ണുകൊണ്ട് തന്നെയാണല്ലോ എല്ലാം ഉപയോഗിച്ചിരുന്നത്, പാത്രങ്ങളൊക്കെ. ആ ഒരു വീടിൻ്റെ പുറകിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ മുകളിലേക്ക് ഇതേപോലെ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിലൂടെ കയറുമ്പോഴാണ് നമ്മൾക്ക് ഓൾഡ് ഗോപുരങ്ങൾ, അതായത് പഴയ ഇവിടുത്തെ പൊളിഞ്ഞ കൊട്ടാരങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കുന്നത്. അറബി നാട്ടിൽ വന്നിട്ട് എന്താ ഈ ഒരു മുതലിനെ കാണാതെ പോകുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ലല്ലേ. അതായത് നമുക്ക് ഇവിടെ മൃഗങ്ങളെയൊക്കെ മെയ്യാൻ, അതായത് പശുക്കളെയൊക്കെ നമ്മുടെ നാട്ടിൽ മെയ്യാൻ വിടുന്നത് പോലെ തന്നെയാണ് ഒട്ടകങ്ങളെ ഇവർ മെയ്യാൻ വിടുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇവർ ഇതുങ്ങളെ അഴിച്ചുവിടും. അവരവരുടെ ഇഷ്ടത്തിന് ഫുഡും വെള്ളമൊക്കെ തേടി അലഞ്ഞ് നടന്നിട്ട് തിരിച്ച് വീടുകളിലേക്ക് തന്നെ പോകുന്ന കാഴ്ചയാണ്. ഈ ഒരു വ്യൂ കണ്ടിട്ട് കേരളത്തിലാണോ എന്നാരും സംശയിക്കേണ്ട. ഇത് മസ്കറ്റിലുള്ള കുറിയാത്ത് ഡാമിലെ അതിൻ്റെ വെള്ളം ഓപ്പൺ ചെയ്ത് വിട്ട സമയത്ത് അതിലെ വാദികളിൽ കൂടെ ഒഴുകി പോയ വെള്ളത്തിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഭയങ്കര ചില്ലിങ്ങും അതേപോലെ തന്നെ ഈ വെള്ളത്തിൽ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അധികം പ്രിപ്പയർ ഒന്നും ആക്കാതെ പോയതുകൊണ്ട് നമ്മൾക്ക് ഈ വെള്ളം ജസ്റ്റ് കാണാനേ കഴിഞ്ഞുള്ളൂ കേട്ടോ. ഇനി ഞങ്ങൾ ഈ കുറിയാത്ത ഡാമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ മലനിരകളുടെയൊക്കെ ഇടയ്ക്കായിട്ടാണ് ഈ ഒരു ഡാം വന്ന് സ്ഥിതി ചെയ്യുന്നത്. കണ്ടാൽ അത്രയ്ക്ക് വലിയ ഗ്ലാമറൊന്നും ഇല്ലെങ്കിലും അന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ഇതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഷട്ടർ തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന വെള്ളമാണേ ഒഴുകിപ്പോയിട്ട് വാതികൾ നിറഞ്ഞ് ആദ്യം കണ്ട വീഡിയോയിൽ കാണുന്ന ആ ഒരു വെള്ളം ഒഴുകുന്ന ഭാഗം കേട്ടോ. നല്ല ഭംഗിയില്ലേ.